നമസ്കാരം പ്രിയപ്പെട്ടവരെ. എസ് ടി പിയുടെ ജനമുന്നേറ്റ യാത്രയുടെ സമാപനമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത്. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഞെട്ടിയ മറ്റൊരു പ്രോഗ്രാം ഈ അടുത്തൊന്നും അവിടെ തലസ്ഥാനത്തുള്ളവരോ മറ്റുള്ളവരോ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം കൊല്ലത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ജനപ്രളയത്തെ കണ്ടനുഭവിച്ചവരാണ്. കൊല്ലം ജില്ല ഏതാണ്ട് പൂർണ്ണമായും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചതുപോലെ തോന്നി. ഏതാണ്ട് കണ്ണനല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ജനനിബിഡമായിരുന്നു കൊല്ലത്തെത്തിയപ്പോൾ തന്നെ. തലസ്ഥാന നഗരിയിലേക്ക് സമാപിക്കാൻ എത്തുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്നൊരു മുൻ ധാരണ നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ആ ധാരണയ്ക്കപ്പുറത്തേക്കുള്ള ആളുകൾ എത്തിയെന്ന് തന്നെ പറയാം. ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാഹന പ്രചരണ യാത, ഒന്നോ രണ്ടോ മൂന്നോ ട്രെയിനുകൾ ഒരുമിച്ച്, അതിലും കൂടുതൽ ആളുകൾ ട്രെയിൻ ഒരുമിച്ച് വെച്ചാൽ എത്രത്തോളം നീളം ഉണ്ടായിരിക്കുമോ അതിലും കൂടുതൽ ആളുകൾ ഒരു വാഹന പ്രചരണ ജാഥയ്ക്ക് വരുന്നത് ഞാൻ മറ്റെവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അനേകായിരങ്ങൾ വരുന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പ്രളയം, മനുഷ്യ പ്രളയം നിൽക്കുന്നില്ല. പ്രളയം ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ചു വരുന്നത് പോലെ മനുഷ്യരിങ്ങനെ തിരമാല കണക്കെ തിരുവനന്തപുരം ജില്ലയെ കുളിരണിയിച്ചുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇന്നലെ എസ് ടി പിയുടെ സമാപന സമ്മേളനത്തിലേക്ക് എന്ന് പറയാം. സ്ത്രീകളുടെ നീണ്ട നിര എന്ന് വെച്ചാൽ പെൺകടൽ എന്നൊക്കെ പറയാം. അതുകൊണ്ട് തൃശ്ശൂര് പ്രധാനമന്ത്രി വനിതാ സമ്മേളനത്തിന് വന്നതിനെക്കാട്ടിലും കൂടുതൽ സ്ത്രീകളെ ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടു എന്ന് തന്നെ പറയാം. അത്രത്തോളം സ്ത്രീകളുടെ നീണ്ട നിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ആ ഒരു പ്രതീക്ഷ, എസ് ടി പിയോടുള്ള പ്രതീക്ഷയാണ് അവരിങ്ങനെ കുട്ടികളെയും എടുത്തുകൊണ്ട് പല പ്രായമുള്ള ചെറുപ്പക്കാരികൾ, മൃതപ്രായക്കാരായവർ, നല്ല വയസ്സായവർ, ആളുകൾ ഇങ്ങനെ അവരുടെ പ്രായത്തെയും ക്ഷീണത്തെയും അവശതയും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു കാലത്തില് ഇങ്ങനെ യാത്രയാവുന്നതാണ് തിരുവനന്തപുരത്ത് ഇന്നലെ ദർശിക്കാൻ കഴിഞ്ഞത്. യുവാക്കള് അവരുടെ മുഴുവൻ ആവേശവും വാഹന പ്രചരണ ജാഥയില് ഇങ്ങനെ കാണുന്നത് കണ്ടു. അതുപോലെ സമാപന റാലി ആരംഭിച്ചപ്പോൾ തലസ്ഥാന നഗരിയെ തൊട്ടുണർത്തിക്കൊണ്ട് ഏതാണ്ട് പൊങ്കാലയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയെ വീണ്ടും ജനനിമിത്തമാക്കിക്കൊണ്ട് ആ റാലി ഇങ്ങനെ പരന്നൊഴുകുകയായിരുന്നു. എത്രത്തോളം ജനങ്ങളാണ്! NRC വിഷയത്തിൽ നമ്മൾ ജനങ്ങളെ കണ്ടിട്ടുണ്ട്, അത് എസ് ടി പി കൂട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അതിനൊരു മാനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു ജനതയുടെ മുഴുവൻ, ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നമായിരുന്നു NRC എന്ന് പറയുന്നത്. എന്നാൽ ഇത് എസ് ടി പി മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടന സംരക്ഷിക്കുക, അന്യായമായി തടവിലിട്ടവരെ മോചിപ്പിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൊളിറ്റിക്കൽ മുദ്രാവാക്യം വെച്ചുകൊണ്ട്, രാഷ്ട്രീയ മുദ്രാവാക്യം വെച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. ആ ജനങ്ങൾക്കൊപ്പം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോ ഞാൻ എസ് ടി പിയുടെ പ്രോഗ്രാമുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആളുകളെ, എസ് ടി പി ഐക്കാരെ അതുകൊണ്ട് ആളുകളെ നിർത്തുന്നില്ല, അവർ മത്സരിപ്പിക്കുന്നില്ല, അവർക്ക് ഈ വോട്ടൊന്നും ഇല്ലേ, അല്ലെങ്കിൽ കണ്ണൂരുള്ളവർ തന്നെയാണ് കൊല്ലത്ത് വന്നത്, തിരുവനന്തപുരത്ത് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആ വീഡിയോകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഉള്ളവർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങളത് ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നത് കൊണ്ടാണ്. മോഡി വരണം,
സർവ്വ മേഖലയിലും നാശം വിതയ്ക്കുന്നു എന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി അദ്ദേഹമായിരുന്നു ആ പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിന്റെ കേരളത്തിലെ വീട്ടിലേക്ക് ഇ.ഡി. റെയ്ഡിന് വന്നു. ആരാണ് ഇ.ഡി.? കേന്ദ്രത്തിന്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് ഇ.ഡി. അവർക്ക് ഭീഷണിയാകുന്ന ആളുകളിലേക്ക് എത്തുന്നു. അവർ ഈ ജാഥ തുടങ്ങി, ജാഥയെ RSSും BJPയും ഭയപ്പെടാൻ തുടങ്ങി. അതിന്റെ തെളിവാണ് ഇ.ഡി. MK ഫൈസിയുടെ ദേശീയ പ്രസിഡന്റിന്റെ വീട്ടിലെത്തിയതെന്നുള്ളത്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ പ്രവർത്തകർ ഭയന്നേക്കാം, അവർ ഈ പരിപാടിക്ക് വരാതിരുന്നേക്കാം, നാളെ ഞങ്ങളുടെ വീട്ടിലും വരുമോ എന്ന ഭയത്താൽ ഇരിക്കാം. എന്നാൽ ആ ഭയമൊന്നുമില്ലാതെ കൂടുതൽ ആളുകൾ വരുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. विनाश काले विपरीत बुद्धि होता है, अंडरस्टैंड? विनाश काले विपरीत बुद्धि, वो वक्त में एक पावरफुल पीपल जनमुन्नति यात्रा के लिए निकले हैं. हिंदी मसले सुगम नल्ला इतना मालूम है. और आपकी इस मेहनत, जनमुन्नत यात्रा का सक्सेस, इसकी कामयाबी आपको 2 दिन पहले केरला में हमारा राष्ट्रीय अध्यक्ष के घर पर एक राजनीतिक प्रतिशोध, पॉलिटिकल वेंडेटा के तौर पर उनकी एक फ्रंटल विंग, सत्ता की एक फ्रंटल विंग ईडी हमारा प्रेसिडेंट के घर पर रेड मारा है. दिस इज आवर सक्सेस. वी आर प्राउड for our movements. We are not fear. हम लोग फ्रीडम फ्रॉम फियर और फ्रीडम फ्रॉम हंगर का जो स्लोगन दे रहे हैं, वो आज भी ईडी के धमकाने के बावजूद आप मुसलसल जनमुन्नत यात्रा को निकालकर आपने ये साबित किया है. സംഘപരിവാരം അപകടം പിടിച്ചതാണെന്ന് പാർട്ടിയുടെ രൂപം മുതൽ അല്ലെങ്കിൽ രൂപീകരിച്ച കാലം മുതൽ SDP പറയുന്നൊരു വസ്തുതയാണ്, അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യമാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ 2024 അല്ലെങ്കിൽ 2014 മുതലുള്ള 10 വർഷമെടുത്തു. ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് ഇവിടെ കണ്ട ജനങ്ങളെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടല അവിടെ സംസാരിക്കുകയുണ്ടായി. നാം ഇന്നലകളെ തിരിച്ചു പിടിക്കും, നാം നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കും, നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ തിരിച്ചു പിടിക്കും, നമ്മുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിന്റെ വാക്കുകളാണ്. വർഷങ്ങളാലും മുൻപ് ഭരണഘടന ഇല്ലാത്ത വർഷങ്ങളോളം ഇവിടുത്തെ ദളിതനും ആദിവാസിയും പിന്നോക്കക്കാരനും ഒക്കെ അടിമയായിട്ട്, സവർണന്മാരുടെ അടിമയായി ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് ശേഷം കിട്ടിയ മൂല്യത്തെ വീണ്ടും ചതച്ചരച്ചുകൊണ്ട് നാശത്തിലേക്ക് വിടാനാണ് സംഘപരിവാരം ശ്രമിക്കുന്നത്. നാം നമ്മുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ആ സമാപന ജാഥയിൽ പറയുകയുണ്ടായി. 2024 ജനുവരി മാസം 22 മുതൽ മനുസ്മൃതിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് അപകടത്തിലാകുന്ന ഗുരുതരമായ ഒരു സമകാലിക അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഭരണഘടന സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ മേഖലകളിലും തോറ്റുപോയ മഹാഭൂരിപക്ഷം വരുന്നവർ രാജ്യത്തെ വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പിനായി നമുക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കും. ഞാനിത് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചു മഹാത്മാ അയ്യൻ കാളി മുതൽ അതിനു മുമ്പ് ഒരുപക്ഷെ വൈകുണ്ഠസ്വാമികൾ 49-ാമത്തെ വയസ്സിൽ
നമ്മളോട് വിട പറഞ്ഞ വൈകുണ്ഠസ്വാമികളുടെ നാടാണ്. ഒരുപാട് പൂർവ്വപിതാക്കൾ നേടിയെടുത്ത സമരോജ്വലമായ ഒരു ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് ഭരണഘടന എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ ദേശീയമായി അതിനെ സംഗ്രഹിച്ചുകൊണ്ടാണ്, ദേശീയമായി സാക്ഷാത്കരിച്ചുകൊണ്ടാണ് 1950 ജനുവരി മാസം 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അന്ന് ഒരു ഭരണഘടന ഉണ്ടായത്. അതുകൊണ്ട് ആ ഭരണഘടന അതിന്റെ എല്ലാ അർത്ഥത്തിലും അസ്തമിച്ചിരിക്കും. ഇവിടുന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് സാമ്പത്തിക സംവരണം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അസ്ഥിവാരത്തെ തകർക്കുന്ന, ഇന്ത്യൻ ജനതയെ വീണ്ടും അടിമകളാക്കുന്ന സാമ്പത്തിക സംവരണം നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ അത് കോടതിയിൽ ചോദ്യം ചെയ്ത ഹർജിയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ മോഹൻ ഗോപാലാണ് വാദിച്ചത്. കേസ് അദ്ദേഹം വാദിച്ചു. പക്ഷേ പല കോടതി വിധികളെ പോലെ ഈ കോടതി വിധിയും പല ഭരണകൂട സ്വാധീനങ്ങളാണെന്ന നിലയിൽ രാജ്യത്ത് അംഗീകരിക്കപ്പെടുകയാണ്. വളരെ ഹൃദയഭേദവുമായി തോന്നിയ മറ്റൊരു പ്രസംഗമായിരുന്നു പി അബ്ദുൽ ഹമീദ് മാഷിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. വളരെ നമുക്ക് റിലേറ്റഡ് ആവും. കാരണം പാർട്ടിയുടെ രൂപീകരണം അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രഥമ അധ്യക്ഷൻ ഇന്ന് ജയിലിലാണ്. പ്രഥമ ദേശീയ കൗൺസിൽ അംഗങ്ങൾ ഇന്ന് ജയിലിലാണ്. അവരൊക്കെ തടവറയിൽ കിടക്കുന്നു. അവരൊക്കെ കൊളുത്തിവിട്ട ഒരു ആശയമുണ്ട്. ആ ആശയത്തിനൊപ്പം ഇത്രയും ജനങ്ങൾ 2 വർഷം മുമ്പ് അവരുടെ പ്രിയപ്പെട്ട ഷഹീദായി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടബോധം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് പിന്മാറിയോ? നമുക്കറിയാം നാളെ നമ്മളെയും നിരോധിച്ചേക്കും. ആ നിരോധനത്തെ പോലും മുൻകണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഒക്കെ ജയിലിലാക്കുക, എന്നിട്ട് നമ്മളിവിടെ തടിച്ചു കൂടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തോടുള്ള കൂറ് കൊണ്ടാണ്. ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് ആളുകൾ ജയിലിൽ ഇങ്ങനെ കിടക്കും. ആ ജയിലുകൾ പിന്നീട് മണിയറകളാവുന്ന കാലം വിദൂരമല്ല എന്നും പി അബ്ദുൽ ഹമീദ് മാഷ് അവിടെ സംസാരിക്കുകയുണ്ടായി. സംസാരിക്കുവാൻ ഒരു കൂട്ടരിവിടെ ഉണ്ട് എന്ന തിരിച്ചറിവായിരുന്നു അവരുടെ മുഖത്ത് നിന്ന് വായിച്ചത്. ഇതിൻ്റെ പ്രവർത്തകരെ ഇതോടൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി ഈ പേരിൽ ഇതുപോലെ തന്നെ എന്നും ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ്. എന്നും ഇതില്ലാതായി പോകാം. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ പാർട്ടി അത് പ്രതീക്ഷിക്കുന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, ദേശീയ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് റെയ്ഡുമായി കടന്നു എന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ അറിയണം, അങ്ങനെ ദേശീയ അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് തന്നെ റെയ്ഡുമായി കടന്നു ചെന്നപ്പോൾ ആയിരക്കണക്കിന് വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മുഖത്ത് ഒരു മ്ലാനത, ഒരു ഇച്ഛാഭംഗം, നിരാശ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞു, ഈ പാർട്ടിയുടെ പ്രഥമ ദേശീയ അധ്യക്ഷനടക്കം, സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇന്ന് ജയിലറക്കുള്ളില. അത് ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല. അത് ഞങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായിരുന്ന ഷാൻ ഷഹീദ് ഷാനായി മാറി. നിരാശപ്പെട്ടോ? പിന്തിരിഞ്ഞു പോയോ? നമ്മളിത് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പിന്നോട്ട് പോവുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തെ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ നശിപ്പിച്ച് കളയാൻ കഴിയില്ല. ഈ രാജ്യം ആരും വെള്ളിത്തളികയിൽ വെച്ച് നമുക്ക് നൽകിയതല്ല. ഈ രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, വീണ്ടെടുക്കുന്നതിന് നമ്മുടെ പൂർവികർ നടത്തിയ ധീരോദാത്തമായ പതിറ്റാണ്ടുകളുടെ സമരങ്ങളുണ്ട്. കർഷക വിരുദ്ധ നിലപാടുകളാണ് മോഡി ഗവൺമെന്റ് എടുക്കുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ പറയുകയുണ്ടായി. അവർ കർഷകരെ തടയാൻ പഞ്ചാബ്, ഡൽഹി അതിർത്തികളിൽ വലിയ വലിയ ബാരിക്കേഡുകൾ, വലിയ മതിലുകൾ പണിയുന്നു. അവർക്ക് കർഷകരെ ഇന്ന് ഭയമാണ്. എന്തിനാണ് കർഷകരെ ഭയക്കുന്നത്? അവര് രാജ്യത്തിന് അന്നം തരുന്നവരാണ്. അവരെ ഭയന്നുകൊണ്ടാണ്
രാജ്യത്തെ ആളുകൾ പെരുമാറുന്നതെന്നും റോയി അറക്കല സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. രാജ്യം തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ 13 ജില്ലകളും കഴിഞ്ഞ 14ാമത്തെ ജില്ലയിലെത്തുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജാഥ പ്രവർത്തകരും കേരളത്തിലെ ജനവും ഏറ്റെടുത്തുകൊണ്ട് അതിഗംഭീരമായി വിജയിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. വൻ വിജയമാണ് നമ്മുടെ ജാഥ. ഈ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വന്നവർ, പാർട്ടിയെ നെഞ്ചോടെ ഏറ്റെടുത്തവർ, അതുപോലെ തന്നെ ഇവിടെ ജാഥ ക്യാപ്റ്റൻ പറഞ്ഞത് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പുരോഹിതരും കന്യാസ്ത്രീകളും വിവിധ മതത്തിൽപ്പെട്ട മതനേതൃത്വങ്ങളുമൊക്കെ വളരെ ആവേശപൂർവ്വം നമ്മുടെ ജാഥയെ വരവേറ്റു. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ വരവേൽപ്പ് നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂട്ടി ആ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ചില ആളുകളുടെ ചിന്ത ജനാധിപത്യം എന്നത് കേവല ഭൂരിപക്ഷത്തിന്റെ മാത്രം ചില കുത്തകയാണ് എന്നുള്ളതാണ്. അതല്ല, മറിച്ച് സർവ മനുഷ്യർക്കും ഇടം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജനാധിപത്യം നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കണം. ഈ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കർഷകർക്കെതിരായിട്ട് വന്നിരിക്കുന്ന കരിനിയമങ്ങൾ അത് പിൻവലിക്കണം. നമ്മൾ ജാഥ 14-ാം തീയതി തുടങ്ങുമ്പോൾ 13-ാം തീയതി ഡൽഹിയിൽ കർഷകർ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഡൽഹി ചലോ. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി കർഷക ജനത അവരുടെ ഉപകരണമായ ട്രാക്ടറും ട്രക്കുകളും ഇതര വാഹനങ്ങളുമായി പോകുമ്പോൾ ഗവൺമെന്റ് അവരെ ഒരു ശത്രു സൈന്യത്തെ കാണുന്നത് പോലെയാണ്. 12 അടി ഉയരത്തിൽ മതില്, അത് കോൺക്രീറ്റ് ചെയ്യുന്നു, കമ്പിവേലികൾ വെക്കുന്നു, മുള്ളുവേലികൾ കെട്ടുന്നു, ഷോക്ക് പിടിപ്പിക്കുന്നു. ഹരിയാന, ഡൽഹി, കേന്ദ്ര സർവേ പോലീസുകള് ഇങ്ങനെ സർവമാനമായ യുദ്ധസന്നാഹങ്ങളുമായി ഇന്ത്യയിലെ ജനങ്ങളെ, കർഷകനെ ശത്രുവിനെ പോലെ കാണുന്നു. രാഷ്ട്രമല്ല, മതേതര രാഷ്ട്രമാണ് നമുക്ക് വേണ്ടതെന്ന് സംസ്ഥാന സമിതി അംഗം അഷറഫ് റായിച്ചമ്പലവും ഈ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. കോടി ഭരണത്തിൽ സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഒരു കാലം ഇതാണെന്ന് സബീന ലുക്മാൻ, ജില്ലാ പ്രസിഡന്റ് വുമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയെ ഒരു രക്തഹരിത കടലാക്കി മാറ്റിക്കൊണ്ടായിരുന്നു SDPIയുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഇന്നലെ അരങ്ങേറിയത്. അവകാശം നിഷേധിച്ച വ്യവസ്ഥതയുണ്ട്, മാറുമറക്കാൻ അവകാശം നിഷേധിച്ച വ്യവസ്ഥതയുണ്ട്. അങ്ങനെ അക്ഷരം പഠിക്കാനും സഞ്ചരിക്കാനും പണിയെടുക്കാനും വേതനം ചോദിക്കാനുമുള്ള സർവ്വ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, അടിമകളായി ജീവിച്ചിരുന്ന മൃഗങ്ങളെക്കാൾ അകറ്റി നിർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ജനത എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ റാലി, ഏറ്റവും വലിയ രാഷ്ട്രീയ റാലി, അങ്ങനെ തന്നെ നമ്മൾ ഇതിനെ സംസാരിക്കണം. രാഷ്ട്രീയ റാലി, കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ്, കൃത്യമായി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് ഇതിലും വലിയൊരു റാലി നടത്താൻ മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം നരേന്ദ്രമോദി ഉത്തരേന്ത്യയിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലേക്ക് മത്സരിക്കാൻ വരികയാണ്. തമിഴ്നാട്ടില് SDPIക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ്
ഒരുപാട് മസ്ജിദുകളുള്ള, ദർഗകളുള്ള, മുസ്ലിങ്ങളുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദളിതരുള്ള, പിന്നോക്കക്കാരുള്ള, ദ്രാവിഡ മക്കളുള്ള, DMKയുടെ ഒരു കരുത്തുറ്റ ഭൂമി, കോൺഗ്രസിന് സ്വാധീനമുള്ള ഭൂമി, മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഭൂമി, SDPക്ക് സ്വാധീനമുള്ള ഭൂമി, ഇപ്പോൾ ഇന്ത്യയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ അണ്ണാ DMKക്ക് വരെ സ്വാധീനമുള്ള ഭൂമി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഏതാണ്ട് 43% വോട്ടുകൾ കിട്ടി വിജയിച്ചത്, BJPക്ക് 33% വോട്ടുകൾ കിട്ടിയ ഒരു ഭൂമിയിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ ആ 30-നെ 40 ആക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാൽ ആ 40-ന്റെ അപ്പുറത്തേക്ക് 60% വോട്ടുകൾ നേടി വിജയിക്കാൻ അവിടെ BJP വിരുദ്ധ മുന്നണിക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനാണ് ഈ ഒരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കുന്നത്. SDPയുടെ ലോക്സഭാ നിലപാടുകൾ, അല്ലെങ്കിൽ അവരുടെ 60 മണ്ഡലങ്ങളിൽ മത്സരിക്കുക, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ്, പല നേതാക്കന്മാരുമായി സംസാരിക്കുകയും പല സൂചനകൾ ലഭിക്കുകയും ചെയ്ത സൂചനകളും അതിൻ്റെ വിശേഷങ്ങളുമായി മറ്റു വാർത്തകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.